ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദമായി നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് 25/2022. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 26/2/2022. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എ. സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ഇൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. കാറ്റഗറി നമ്പർ 120/2019, 121/2019, 270/2019 ടു 274/2019, 465/2019, 466/2019, 538/2019, 539/2019 ആൻഡ് 45/2020. ചോദ്യങ്ങളുടെ ആകെ എണ്ണം 100. പരമാവധി മാർക്ക് 100. സമയം 90 മിനിറ്റ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. ചോദ്യക്കടലാസ് നൽകുന്നത് ചോദ്യ പുസ്തക രൂപത്തിലാണ്. ABCD എന്നീ 4 അക്ഷര കോഡുകളിലുള്ള ചോദ്യ പുസ്തകങ്ങളാണ് നൽകുന്നത്. ചോദ്യ പുസ്തകത്തിന്റെ മുകളിൽ ഇടതുവശത്ത് പ്രത്യേക കോളത്തിൽ ചോദ്യ പുസ്തക അക്ഷര കോഡ് അച്ചടിച്ചിട്ടുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥിക്കും നൽകിയിട്ടുള്ള ചോദ്യ പുസ്തക അക്ഷര കോഡ് അവരുടെ പരീക്ഷാ ഹാളിലെ ഇരിപ്പിടത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അക്ഷര കോഡിൽ നിന്നും വ്യത്യസ്തമായ കോഡിലുള്ള ചോദ്യപുസ്തകമാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഉടനടി ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ചോദ്യപുസ്തക ക്രമനമ്പർ പുറംചട്ടയുടെ വലതുവശത്ത് മുകളറ്റത്തായിട്ട് ചേർത്തിട്ടുണ്ട്. ക്രമനമ്പർ ഇല്ലാത്ത ചോദ്യപുസ്തകമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതേ അക്ഷരക്കോഡിലുള്ള ചോദ്യപുസ്തകം മാറ്റിവാങ്ങുക. ചോദ്യപുസ്തകം വലതു മാർജിനിൽ മധ്യഭാഗത്തായി സീൽ ചെയ്തിരിക്കും. ഉത്തരമെഴുതാനുള്ള അനുമതി ലഭിച്ചാലല്ലാതെ ചോദ്യപുസ്തകം തുറക്കാൻ പാടില്ല. പരീക്ഷ തുടങ്ങിയാലുടൻ ഉദ്യോഗാർത്ഥി തനിക്ക് ലഭിച്ചിരിക്കുന്ന ചോദ്യപുസ്തകത്തിൽ 100 ചോദ്യങ്ങളും ക്രമമായി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ചോദ്യപുസ്തകത്തിൽ അച്ചടിക്കാത്തതോ കീറിയതോ വിട്ടുപോയതോ ആയ പേജുകൾ ഉണ്ടാകില്ല. അഥവാ ഉണ്ടെങ്കിൽ അക്കാര്യം ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതേ അക്ഷരക്കോഡിലുള്ള പൂർണ്ണമായ ചോദ്യപുസ്തകം മാറ്റിവാങ്ങുകയും ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചോദ്യപുസ്തകത്തിന്റെ അവസാനം ഒന്നും എഴുതാത്ത ഒരു കടലാസ് ചേർത്തിട്ടുണ്ട്. ഇത് ഉത്തരം കണ്ടുപിടിക്കുന്നതിനുള്ള കുറിപ്പുകൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ ആരംഭിക്കുന്നതിനു മുൻപ് ഉത്തരക്കടലാസിന്റെ മറുപുറത്തുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. ശരിയുത്തരം ഉൾപ്പെടെ ഓരോ ചോദ്യത്തിനും ABCD എന്നീ 4 ഉത്തരങ്ങൾ ഉണ്ടാകും. ശരിയുത്തരം തിരഞ്ഞെടുത്ത് OMR ഉത്തരക്കടലാസിൽ ബന്ധപ്പെട്ട ചോദ്യ നമ്പറിന് നേരെയുള്ള ശരിയുത്തരം സൂചിപ്പിക്കുന്ന കുമിള മാത്രം നീലയോ കറുപ്പോ ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് കറുപ്പിക്കുക. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. ഉത്തരം രേഖപ്പെടുത്താത്ത ചോദ്യങ്ങൾക്ക് മാർക്ക് നഷ്ടമാവുകയില്ല. പരീക്ഷാ സമയം കഴിയുന്നതിനു മുമ്പോ ഉത്തരക്കടലാസ് ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കാതെയോ ഒരു ഉദ്യോഗാർത്ഥിയും പരീക്ഷാ ഹാൾ വിട്ട് പുറത്തു പോകാൻ പാടില്ല. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. പരീക്ഷയിൽ ക്രമക്കേട് നടത്തുകയോ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അയോഗ്യരായി പ്രഖ്യാപിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. സമാധാനപരമായ സഹവർത്തിത്വം. 2. വംശീയവാദത്തോടുള്ള വിദ്വേഷം. 3. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ശരിയായ ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. 1, 2, 3 ശരിയാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ടി പ്രകാശം. 3. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം?
1 NV ജോസഫ്, 2 C കേശവൻ, 3 TK മാധവൻ, 4 TM വർഗീസ്. ശരിയായ ഉത്തരം ബി 1, 2, 3. 1, 2, 4 ശരിയാണ്. NV ജോസഫ്, C കേശവൻ, TM വർഗീസ് ഇവരാണ് നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? 1 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. 2 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3 പുലയർ എന്ന കവിത എഴുതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി. 6ാമത്തെ ചോദ്യം, ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക. 7ാമത്തെ ചോദ്യം, ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ. 8ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കാരക്കോറം. 9ാമത്തെ ചോദ്യം, 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബീഹാർ. 10ാമത്തെ ചോദ്യം, ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആന്തര അകക്കാമ്പ്. 11ാമത്തെ ചോദ്യം, ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മാർബിൾ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 N2 37 ഡിഗ്രി 6 N. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിംഗ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. 2 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. 3 ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 15ാമത്തെ ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 2 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. 3 ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. 4 ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2, 3. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. എ സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ആണ്. ബി ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. സി ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരി ലാൽ നന്ദ. ഡി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ. 18ാമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. 2 ഈ സൂചികയുടെ അടിസ്ഥാന കാലയളവ് 2020 മാർച്ചാണ്.
3. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1 ഉം 3 ശരിയാണ്. 19ാമത്തെ ചോദ്യം. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന്റെ അറിയപ്പെടുന്ന പേര്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജെറിമാൻഡറിംഗ്. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 330 മുതൽ 342 വരെ. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അതിർത്തി നിർണയ കമ്മീഷൻ. 22ാമത്തെ ചോദ്യം. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത സമിതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പി.കെ. തുംഗൻ കമ്മീഷൻ. 23ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന നിർദ്ദേശ തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. 24ാമത്തെ ചോദ്യം. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉൽപ്പൽ കുമാർ സിംഗ്. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെ.ബി. കൃപലാനി. 26ാമത്തെ ചോദ്യം. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്യോ വാറന്റോ. 27ാമത്തെ ചോദ്യം. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. 28ാമത്തെ ചോദ്യം. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11. 29ാമത്തെ ചോദ്യം. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സുകൃതം. 30ാമത്തെ ചോദ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. 31ാമത്തെ ചോദ്യം. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 323A. 32ാമത്തെ ചോദ്യം. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായു വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശ്വസന വ്യാപ്തം 1100 മുതൽ 1200 ml. 2. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 ml. 3. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 ml. 4. ശിഷ്ടവ്യാപ്തം 500 ml. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം ശരി. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 ml. 3. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 ml. 33ാമത്തെ ചോദ്യം. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. എ. സസ്യപ്ലവക ഘട്ടം. ബി. പുല്ലുകൾ നിറഞ്ഞ ചതുപ്പുഘട്ടം. സി. മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം. ഡി. കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഇ. മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എ, സി, ഇ, ബി, ഡി. 34ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1. മലപ്പുറം ജില്ലയെ സ്ഥിതി ചെയ്യുന്നു. 2. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. 3. 2019 ജൂലൈ 6-ാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരിയാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. 35ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? 1. ജുവനൈൽ ഡയബറ്റിസ് എന്ന് അറിയപ്പെടുന്നു. 2. ജീവിതശൈലി രോഗവുമായി കരുതപ്പെടുന്നു. 3. ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്ന് അറിയപ്പെടുന്നു.
4. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 2ഉം 4ഉം മാത്രം. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. 36ാമത്തെ ചോദ്യം. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. 1. നയനാമൃതം. 2. പാദസ്പർശം. 3. ആർദ്രം. 4. സിറാസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 1, 2, 4 ഇവയെല്ലാം. 37ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. സൈക്കോവ്-ഡി. 38ാമത്തെ ചോദ്യം. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 0. 39ാമത്തെ ചോദ്യം. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏതു നിയമമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. പാസ്കൽ നിയമം. 40ാമത്തെ ചോദ്യം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ജാവലിന്റെ സഞ്ചാരം. 41ാമത്തെ ചോദ്യം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. DLV-TB. 42ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. മണ്ണ്. 43ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ബോയിൽ നിയമം. 44ാമത്തെ ചോദ്യം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ഗ്രാഫൈറ്റ്. 45ാമത്തെ ചോദ്യം. ഏതു മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ്. 46ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏവ? 1. കുന്തലത. 2. ഇന്ദുലേഖ. 3. മീനാക്ഷി. 4. ശാരദ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 2ഉം 4ഉം മാത്രം. ഇന്ദുലേഖ, ശാരദ. 47ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. 1. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. 2. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 3. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 4. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 1ഉം 2ഉം 3ഉം മാത്രം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് മണി മാധവ ചാക്യാർ അറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ ദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 3. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 48ാമത്തെ ചോദ്യം. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ താരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. PV സിന്ധു. 49ാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 50ാമത്തെ ചോദ്യം. 2020 JC ദാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. P. ജയചന്ദ്രൻ. 51ാമത്തെ ചോദ്യം. ഒറ്റയാൻ ഏത്? 61, 71, 41, 91. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 91. 52ാമത്തെ ചോദ്യം. വിട്ടുപോയ സംഖ്യ ഏത്? 511, 342, 215, ഡാഷ്, 63. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 124. 53ാമത്തെ ചോദ്യം. പെന്റഗൺ QB OQ BD PK ആയാൽ റെക്ടാങ്കിൾ എന്തായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. SB DQ BK HIF. 54ാമത്തെ ചോദ്യം. 4:35 AM ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 72.5 ഡിഗ്രി.
55-ാമത്തെ ചോദ്യം. വിട്ടുപോയ ചിഹ്നങ്ങൾ ഏതായിരിക്കും? 9, 8, 8, 4, 9 സമം 65. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 9 × 8 + 8 ഹരണം 4 - 9 സമം 65. 56-ാമത്തെ ചോദ്യം. -1/27 all raised to -2/3. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 9. 57-ാമത്തെ ചോദ്യം. 1/x1/y1/z 2:3:5 ആയാൽ s:y:z എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 15, 10, 15:10:6. 58-ാമത്തെ ചോദ്യം. ഒരു ക്യൂബിന്റെ വികർണത്തിന്റെ നീളം 4√3 cm ആയാൽ അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 64 cm3. 59-ാമത്തെ ചോദ്യം. √0.27² + 0.21² + 0.292 all divided by 0.027² + 0.021² + 0.029². ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10. 60-ാമത്തെ ചോദ്യം. ഒരു സമാന്തര പ്രോഗ്രഷന്റെ 24-ാം പദം -63 ആയാൽ അതിന്റെ ആദ്യത്തെ 47 പദങ്ങളുടെ തുക എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ -2961. 61-ാമത്തെ ചോദ്യം. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് പ്ലയന്റീവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡിലൈറ്റഡ്. 62-ാമത്തെ ചോദ്യം. പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അസിഡിറ്റി. 63-ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് അണ്ടർലൈൻ പോർഷൻ ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ yield. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ബിഫോർ ഐ yield. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അഡ്വർബ് കോസ്. 64-ാമത്തെ ചോദ്യം. സ്പോട്ട് ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. 100 rupees are not a big sum of money for the students. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 are not a. 65-ാമത്തെ ചോദ്യം. പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. ശരിയായ ഉത്തരം ഓപ്ഷൻസ്. റാം said to his brother, where are you going? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. റാം asked his brother where he was going. 66-ാമത്തെ ചോദ്യം. പിക്ക് ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. they were beating the boy. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. the boy was being beaten by them. 67-ാമത്തെ ചോദ്യം. പിക്ക് ദ പ്ലൂരൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇൻഡെക്സസ്. 68-ാമത്തെ ചോദ്യം. ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അറ്റ്. 69-ാമത്തെ ചോദ്യം. ഡാഷ് മീൻസ് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇൻട്രോസ്പെക്ഷൻ. 70-ാമത്തെ ചോദ്യം. ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ലൈറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ആൻഡ് ബ്ലൂ. 71-ാമത്തെ ചോദ്യം. ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. 1. കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ. പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. 72. ശരിയായ പദം തിരഞ്ഞെടുക്കുക. 1. സ്വച്ഛന്തം, 2. സ്വച്ഛന്തം, 3. സ്വച്ഛന്തം, 4. സ്വച്ഛന്തം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2. സ്വച്ഛന്തം. 73-ാമത്തെ ചോദ്യം. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് രുധിരം, പിണം, ബധിരം, നിണം. ശരിയായ ഉത്തരം 2ഉം 3ഉം. പിണം, ബധിരം. 74-ാമത്തെ ചോദ്യം. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. 1. ഭക്ഷണത്തിന്റെ പ്രാധാന്യം. 2. ഭക്ഷണത്തോടുള്ള അത്യാർത്തി. 3. കാര്യം നോക്കി പെരുമാറുക. 4.
സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. കാര്യം നോക്കി പെരുമാറുക. തുലാം പ്ലസ് ഇന്റെ ചേർത്തെഴുതിയാൽ 1 തുലാമിന്റെ, 2 തുലാത്തിന്റെ, 3 തുലാദിന്റെ, 4 തുലാമിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2 തുലാത്തിന്റെ. 76-ാമത്തെ ചോദ്യം അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അപരാധക. 77-ാമത്തെ ചോദ്യം പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വൈദ്യർ. 78-ാമത്തെ ചോദ്യം മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മര പ്ലസ് കൊമ്പ്. 79-ാമത്തെ ചോദ്യം ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റ പദമാക്കിയാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശരത് ചന്ദ്രൻ. 80. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാരതന്ത്ര്യം. 81-ാമത്തെ ചോദ്യം അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 55 ഡി. 82-ാമത്തെ ചോദ്യം അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 23. 83-ാമത്തെ ചോദ്യം താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദുഃഖവെള്ളി. 84-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏതു ഉദ്യോഗസ്ഥരും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിൽ. 85-ാമത്തെ ചോദ്യം NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 31A. 86-ാമത്തെ ചോദ്യം 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 20B 2B. 87-ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ന്യൂട്രൽ സ്പിരിറ്റ്. 88-ാമത്തെ ചോദ്യം സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏതു വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രൂഡ് പിരിഡിൻ. 89-ാമത്തെ ചോദ്യം ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീല. 90-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ചത് ശരിയേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ വൈൻ പാർലർ ലൈസൻസ്. 91-ാമത്തെ ചോദ്യം കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 200 മീറ്റർ. 92-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. 93 പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 4. 94-ാമത്തെ ചോദ്യം സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 200 രൂപ. 95-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 85%. 96-ാമത്തെ ചോദ്യം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47. 97-ാമത്തെ ചോദ്യം ലഹരി വിരുദ്ധ കാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി.
98-ാമത്തെ ചോദ്യം. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 23. 99-ാമത്തെ ചോദ്യം. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്. 100-ാമത്തെ ചോദ്യം. IT ആക്ട് 2000 സെക്ഷൻ 77 പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ബെയിലബിൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് സിവിൽ എക്സൈസ് 2022 നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ വിശകലനം ചെയ്തത്. ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.